ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ സൗണ്ടിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. എനിക്ക് ജലദോഷവും ചുമയാണ്. സോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ ഒരു 8:15 കഴിഞ്ഞു. ഞങ്ങൾക്ക് 3 പേർക്കും വയ്യ. എനിക്കും ജലദോഷവും ചുമയാണ്, അർജുന് പനിയാണ്, മോനും ഇതുപോലെ ചെറിയതായിട്ടൊരു ജലദോഷമുണ്ട്. അപ്പം അവർ രണ്ടുപേരും ഉറങ്ങുകയാണ്. അർജുന് പനിയായി. അപ്പം ഇന്നിപ്പോൾ ജോലിക്ക് പോകുന്നില്ല വയ്യാത്തതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ പതുക്കെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അർജുന് ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് പോയി ഫ്രഷ് ആവുക, ഒന്ന് പല്ലൊക്കെ തേച്ച് മൂക്ക് കഴുകിയിട്ട് വരാം. അങ്ങനെ ഞാൻ ബ്രഷൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ചായക്ക് വയ്ക്കണം. ഞാൻ മിക്കവാറും വ്ളോഗിൽ കൂടുതലും വിയാനെ ആദി എന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ആർക്കും കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ വേണ്ട. വിയാൻ്റെ വീട്ടിൽ വിളിക്കുന്ന നെയിമാണ് ആദി. കൂടുതലും വിളിച്ച ആ ഒരു പരിചയം ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം ഞാൻ ചിലപ്പോൾ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ചായ ആയി. ഇപ്പോൾ അർജുന് ചായ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അർജുന് കഞ്ഞി മതി എന്നാണ് പറഞ്ഞത്, പനി ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ കഞ്ഞി വയ്ക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും പിന്നെ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. സോ കുക്കറിലോട്ടെല്ലാം ഇട്ടു. ഇനി ഇതിപ്പോൾ അടുപ്പത്തോട്ട് വയ്ക്കണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഒട്ടുമിക്ക ജോലികളും ഒതുക്കാൻ മാക്സിമം നോക്കും. കാര്യം വിയാൻ എപ്പോൾ വേണോ എണീക്കാം. അവൻ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നേരം കുറച്ച് വാശിയും കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവനെ ഒന്ന് പാമ്പർ ചെയ്ത് കൊണ്ടുവരാൻ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ കഴിവതും അവൻ ഉറങ്ങുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ എല്ലാ ജോലികളും ഒരുവിധം തീർക്കാൻ നോക്കും. ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് റൂമിലോട്ട് വന്നു വിയാനെ നോക്കാനായിട്ട്. അർജു ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ബാത്റൂമിൽ പോയേക്കുക. അപ്പോൾ അവൻ നല്ല ഉറക്കമാണ്. ഈ ഒരു ഉറക്കം ഇനിയൊരു 10-11 മണി വരെയൊക്കെ അങ്ങ് ഉറങ്ങും. അപ്പോൾ ഞാൻ തിരിച്ച് അടുക്കളയിലെത്തി. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. കുറച്ച് ഫ്രഷായി ഇറങ്ങിയിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുവാണ്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് റൂമിലെത്തിയപ്പോൾ ഒരാൾ ഉണർന്നു. അവന് നിർബന്ധമാണ് രാവിലെ. I love you. ഞങ്ങളിത് ആദ്യക്കുട്ടിൻ്റെ പല്ല് തേക്കാൻ പോവാണ്. കൃഷിയാ പല്ലൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ തുപ്പ അറിഞ്ഞോടാത്തോണ്ട് ഇതെല്ലാം ഇപ്പം അങ്ങ് കുടിച്ചിറക്കും.
അയ്യോ ഒന്നെങ്കിൽ ചെയ്തോടാ. അയ്യോ കഞ്ഞി പയറും കൂടെ ഒക്കെ ഇട്ട് തരട്ടെ. കഞ്ഞി തരട്ടെ അച്ഛന്. അത് കഞ്ഞി കുടിക്കാത്തത് പിന്നെ എന്ത് വേണം? കുറച്ച് ചോക്കി തരട്ടെ. ചോക്കി തരട്ടെ. ചോക്കി വേണോ? ആ കഞ്ഞി വേണ്ട, ചോക്കി വേണം അല്ലേ? അല്ല സോപ്പിടണ്ട. കഞ്ഞി കുടിക്കോ? അപ്പോൾ ഗായ്സ്, എൻ്റെ കൂടെ ഇപ്പോൾ ആദ്യക്കുട്ടനും കൂടെ ഉണ്ട്. ഇതുപോലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതുപോലെ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും. അവന് ഒന്ന് ഉറക്കം എണീറ്റ് സ്റ്റേബിളായി വരാനായിട്ടൊരു സമയമുണ്ട്. അപ്പോൾ അതുവരെ ഇതുപോലെ എൻ്റെ ഒക്കത്തിരുന്ന് എൻ്റെ കൂടെ ഇങ്ങനെ കിച്ചണിലൊക്കെ നടക്കും. ആ സമയം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആഹാരമൊക്കെ കൊടുക്കും. അവന് നല്ല മൂടാണെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ എല്ലാം കണക്കാം. കുറച്ച് ടേസ്റ്റ് ചോദിക്കണേ. ആഹാരം കഴിപ്പിക്കാനുള്ള യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ വന്നു. ഞാൻ ഇതുപോലെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെയറിട്ട് കൊടുത്ത് ഫുഡ് എന്തെങ്കിലും കൊടുത്താൽ ഇതുപോലെ ഇരുന്ന് കഴിക്കും. അപ്പോൾ അവനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ അരി ആയോ നോക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചോറ് ഊറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി ബാക്കി കറികളൊക്കെ വെക്കണം. ഇവിടെ ഇപ്പോൾ സമയം 11:45. അപ്പോൾ പെട്ടെന്ന് ബാക്കി കറികളൊക്കെ വെച്ചിട്ട് വരാം. നേരത്തെ കഞ്ഞി കൊടുത്തിട്ട് വിയാൻ കുടിച്ചിട്ടില്ല. സോ അവന് കൊടുക്കാനായിട്ട് ഞാൻ കൂടെ 2 മുട്ട കൂടി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ മുട്ടയും റെഡിയായി, മീൻ കറിയൊക്കെ തിളച്ചു. ഇനിയിപ്പോൾ വിയാന് മുട്ട കൊടുക്കാൻ പോവാണ്. മുട്ട സൂപ്പറാണോ? സൂപ്പർ എന്ന് കാണിച്ചേ. സൂപ്പറാണോ? കുറച്ച് കഴിക്കും. വെള്ളം വേണോ? ആൾക്ക് വെള്ളം വേണം. മുട്ട കഴിച്ചില്ലേ, ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം കൊടുക്കും. ബാക്കി കഴിച്ചിട്ട് മുട്ട കഴിച്ചിട്ട്. അങ്ങനെ മുട്ടയൊക്കെ കഴിച്ചു. ഞാൻ അങ്ങ് റൂമിൽ കൊണ്ടിരുത്തി. ഇനി അവിടെ ഇരുന്ന് കളിച്ചോളും. ഇനി ചീനി വെക്കാനുണ്ട്, അത് ഞാൻ കുക്കറിലാക്കി വെച്ചു. പിന്നെ മീനും വറുത്തു. ഇനി എനിക്ക് കുറച്ച് തുണി വിരിക്കാനായിട്ട് മുകളിലോട്ട് പോവുകയാണ്. തുണിയൊക്കെ വിരിച്ചു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ആദ്യം കുളിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് കുറച്ച് എല്ലാത്തിനും അവന് ഒരുവിധം നിർബന്ധം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എങ്ങനെയെങ്കിലുമാണ് ഞാനൊന്ന് കുളിപ്പിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് വന്നു. ആദ്യം ഡ്രസ്സ് ഇടുകയാണ്. അപ്പോൾ സൈഡിൽ അർജു ഉറങ്ങുകയാണ്. ഇവിടെ വയ്യാത്തതുകൊണ്ട് ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇനിയിപ്പോൾ വിയാനെ ഒന്ന് റെഡിയാക്കണം, എന്നിട്ട് അവന് ഫുഡ് കൊടുക്കണം. ആൾക്ക് കുളിക്കാനായിട്ട് ആദ്യം ഒരു മടിയുണ്ടെങ്കിലും പിന്നെ കുളിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ബാത്റൂമിൽ കുഴപ്പമൊന്നും കാണിക്കാതെ കുസൃതിയൊന്നും കാണിക്കാതെ നിൽക്കും.
പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇരുന്ന് തരും, ഒരു കനക്ക് തല ഓതാനും പൊട്ടിട്ട് തരാനൊക്കെ വന്ന് ഇരുന്ന് തരും. പിന്നെ ആൺകുട്ടിയാണെങ്കിലും ഞാൻ പൊട്ടിട്ട് കൊടുക്കാറുണ്ട്. ഈ പ്രായത്തിലല്ലേ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനൊക്കെ അല്ലേ എല്ലാം കാണിക്കൂ. സോ ഞാൻ വിയാനെ എപ്പോഴും പൊട്ട് തൊടാറുണ്ട്. അപ്പോൾ അവനെ ഡ്രസ്സ് ഇടിപ്പിച്ചു. ഇനി ഫുഡ് എടുക്കാൻ ഞാൻ പോവാണ്. ഇനി അവന് ഫുഡ് കഴിപ്പിക്കണം. ഇത് വേണം, ഇന്നിനി വേണോ? ആ ഇന്നിനി ചോറും കൂടെ തരട്ടെ അമ്മ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് വിയാൻ്റെ ചോറ് കഴിക്കുമ്പോഴുള്ള വാശി. അപ്പോൾ ഞാൻ അവനെന്തായാലും ഒന്ന് ഫുഡൊക്കെ കൊടുക്കട്ടെ. ഇനി അതിന് ശേഷം കാണാം. ഹലോ. അപ്പോൾ ഞാനും വിയാനും ഫുഡൊക്കെ കഴിച്ച് ഇത് കിടന്നുറങ്ങിയിട്ട് അവൻ എണീറ്റു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എങ്കിൽ പോയി കുളിക്കാമെന്ന്. സോ ഞാൻ കുളിക്കാൻ പോവാണ്. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഇടണം, വിയാനെ ഒന്ന് ഫ്രഷ് ആക്കണം. പിന്നെ അർജുന് കുറച്ച് ടാബ്ലറ്റും അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞാനും വിയാനും കൂടെ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അങ്ങനെ ചായയൊക്കെ ഇട്ട് റൂമിൽ അർജുന് ചായ കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഒരാൾ ഭയങ്കര കരച്ചിൽ. അവന് വിശക്കുന്നു, പാപ്പം വേണമെന്ന് പറഞ്ഞ്. പാപ്പം എന്ന് പറയുന്നത് അവന് പാല് കാച്ചി കൊടുക്കും. അപ്പോൾ അവന് വേണ്ടി ഞാൻ പാല് വെച്ചായിരുന്നു അടുപ്പത്ത്. അതിനുള്ളിൽ അവനത് വേണമെന്ന് പറഞ്ഞ് വാശിയായി. സോ അവന് ഒന്ന് ആ ടൈം കൊണ്ട് ഞാനൊന്ന് ഫ്രഷാക്കി എടുത്തിട്ട് പാല് കൊടുത്തു. അവൻ ഹാപ്പിയായി. ഇനിയിപ്പോൾ അവനെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. ഞാനും വിയാനും മാത്രമേ പോകുന്നുള്ളൂ. അർജുന് പനിയാണ്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളും പിന്നെ കുറച്ച് മെഡിസിൻസൊക്കെ വാങ്ങിക്കാനുണ്ട്. സോ അധികം ഇനിയിപ്പോൾ വീഡിയോ ലെങ്തി ആയിരിക്കില്ല. കാര്യം ആദ്യം വെച്ച് എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വീഡിയോസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് എനിക്ക് അധികം പരിചയം അല്ലാത്ത സ്ഥലങ്ങളാണ്. സോ ഞാൻ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മേ ബി അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫുൾ ഡേ റൊട്ടീൻ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേറൊരു ദിവസം ചെയ്യാം. സോ ഞാനും വിയാനും കൂടെ ഇത് റെഡിയായി പുറത്തോട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും കടയിലൊക്കെ പോകാനായിട്ട് ഇറങ്ങി. ഇന്നത്തെ വ്ളോഗ് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. വേറൊരു ദിവസം ഫുൾ നല്ലൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാം. ഇന്നത്തെ വ്ളോഗിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറയണം. എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിലുള്ള തെറ്റുകൾ ഞാൻ അടുത്തതിൽ തിരുത്താം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് സാധനം വാങ്ങാൻ പോയേക്കായിരുന്നു. ഇവിടെ അർജുന് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇന്നിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ ബൈ.